ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ റൂട്ട്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ലേൺ റൂട്ട്സ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് PSCക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ്. സോ ഇതിനു മുൻപ് PSC നേടിയിട്ടുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നുമുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം PSCക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ച്. സോ ഫ്രണ്ട്സ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നതാണ്. സിലബസ് മനസ്സിലാക്കിയാൽ എന്തൊക്കെ പഠിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ എത്തുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും എന്ത് സ്കിപ്പ് ചെയ്യണം എന്ന് കൂടി മനസ്സിലാകും. സോ ആദ്യം തന്നെ സിലബസ് കൃത്യമായി മനസ്സിലാക്കുക. സോ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു തുടങ്ങണം അല്ലേ? പഠനം തുടങ്ങാനുള്ള ഏറ്റവും നല്ല വഴി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ വായിച്ചു നോക്കുക ആദ്യം. ചിലപ്പോൾ ഒന്നും അറിയുന്നതാവില്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ആദ്യത്തെ ചോദ്യപേപ്പറിൽ നിന്നും ഒരു 5ാമത്തെ ചോദ്യപേപ്പറിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെറുതെ വായിച്ചാൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. എങ്ങനെ പഠിക്കണം? പല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ആൻസേഴ്സ് മാർക്ക് ചെയ്ത ശേഷം അതെല്ലാം വായിച്ചു പഠിക്കുക. ഒരു 3-4 വട്ടം വായിക്കുക. അതിനുശേഷം പിന്നീടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പരീക്ഷയായി തന്നെ എഴുതി നോക്കുക. അറിയാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. കുറച്ചുകൂടി ഇഫക്റ്റീവായ ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഓരോ ചോദ്യം പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഫാക്റ്റുകൾ കൂടി പഠിക്കുക. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ നിങ്ങൾ 500 ചോദ്യങ്ങൾക്കൊപ്പം മറ്റ് 1000-ൽ പരം ഫാക്റ്റുകൾ കൂടി പഠിച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും, അതുപോലെ ഇൻട്രസ്റ്റും കൂട്ടും. സോ ഒരു ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കണം. പിന്നീടുള്ള ചോദ്യപേപ്പറുകൾ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയ ചോദ്യങ്ങൾ കാണാം. അപ്പോൾ പിന്നെ റിലേറ്റഡ് ഫാക്ട്സിന്റെ എണ്ണം കുറഞ്ഞു വരും. അതോടൊപ്പം നിങ്ങളുടെ അറിവോ കൂടി വരികയും ചെയ്യും. നിങ്ങൾക്കുള്ള സമയമനുസരിച്ച് വേണമെങ്കിൽ സ്വയം കണ്ടെത്തി പഠിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക് വാങ്ങിയും പഠിക്കാം. അതുപോലെ നിങ്ങൾ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പത്രവായന. കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും എല്ലാ ദിവസവും പത്രം വായിക്കണം. മലയാളം പത്രം വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പദശുദ്ധിയും വാക്യശുദ്ധിയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇംഗ്ലീഷ് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനായി പത്രം വാങ്ങണമെന്നില്ല, ഓൺലൈനായി വായിച്ചാലും മതി. സോ കുറച്ച് സമയം എന്നും പത്രവായനയ്ക്കായി മാറ്റിവെക്കണം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു നല്ല തൊഴിൽ പ്രസിദ്ധീകരണം തിരഞ്ഞെടുത്ത് അത് കളക്ട് ചെയ്ത് വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ നിന്നും കറണ്ട് അഫയേഴ്സും അതുപോലെ അതിൽ വരുന്ന ചോദ്യ പേപ്പറുകളും സോൾവ് ചെയ്യണം. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഓരോന്നും പരീക്ഷ പോലെ തന്നെ എഴുതി നോക്കണം. എത്ര നെഗറ്റീവ് വന്നു, എത്ര ശരിയുത്തരം കിട്ടി, എത്ര മാർക്ക്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇനിയും അറിയാത്ത ചോദ്യങ്ങൾ മാത്രം ഒരു പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഒരു കാര്യം പലവട്ടം വായിക്കുമ്പോൾ പഠിക്കാതെ തന്നെ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോളും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത്രയും വായിച്ചതിൽ നിന്നും കിട്ടിയത് മറന്നു പോകാതിരിക്കാനുള്ള റിവിഷൻ ആണ്. അത് നിങ്ങളുടെ സമയം പോലെ ദിവസത്തിലോ ആഴ്ചയിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ സിലബസ് വൈസ് നിങ്ങൾ ടോപ്പിക്സ് വായിക്കണം. അതിന് നിങ്ങൾക്ക് റാങ്ക് ഫയലും SCERT ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സോ സിലബസ് വൈസ് ഉള്ള പഠനം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതുക. ആദ്യം തൊട്ടുള്ള ഓരോ സ്റ്റെപ്സിന്റെയും കൂടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതാവുന്നതാണ്. പക്ഷേ സിലബസ് വൈസ് സ്റ്റഡി കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് മസ്റ്റായും എഴുതിയിരിക്കണം. അപ്പോഴും നിങ്ങൾക്ക് പുതിയ ഫാക്ട്സ് ലഭിക്കും. ഇതോടൊപ്പം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ ടോപ്പിക് വൈസ് വരുന്ന ഫാക്റ്റുകളും വായിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കി അത് സ്പെഷ്യലായിട്ട് പഠിക്കാം. ഇത്രയുമൊക്കെ വായിച്ച ശേഷവും ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ പേപ്പറിലോ ചെറിയ നോട്ട് പാഡിലോ എഴുതി കയ്യിൽ കൊണ്ടു നടക്കാവുന്നതാണ്. പറ്റുമ്പോഴെല്ലാം അത് വായിക്കാൻ ശ്രമിക്കുക. സോ ഫ്രണ്ട്സ്, ജനറൽ ആയിട്ട് PSC നേടിയവർ ഫോളോ ചെയ്തു വരുന്ന പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ചിലർക്ക് കേട്ട് പഠിക്കാനാവും ഇഷ്ടം, ചിലർക്ക് വായിച്ചു പഠിക്കാനാവും, ചിലർക്ക് കണ്ടു പഠിക്കാനാവും, ചിലർക്ക് കൂട്ടമായി പഠിക്കുന്നതാവും. സോ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഫക്റ്റീവായി പഠിക്കാൻ സാധിക്കുന്നത് ആ ഒരു രീതിയിൽ ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലേൺ റൂട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. LDSയുടെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യാം. സോ താങ്ക് യു ഫ്രണ്ട്സ്.